ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ടും ഈ ഭാഗത്താണ് നമ്മുടെ സ്കിന്നിൽ കുരു വരാം. അപ്പോൾ ഇത് ഇങ്ങനെ വരാൻ കാരണം 3 റീസൺസ് ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയെന്നുള്ളതാണ് ഞാൻ ഇന്ന് പറയാൻ പോണത്. അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണാനെങ്കിൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റത്തെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ക്രീം യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് വെച്ചിട്ട് നിർത്തി വിചാരിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ മുഖത്തിന് അത് ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല. അപ്പോൾ നമ്മുടെ മുഖത്ത് പിമ്പിൾസ് വരാൻ കാരണമാവും. അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ക്രീം സൈഡ് എഫക്റ്റ് ആയിട്ടാവാം നമ്മുടെ മുഖത്ത് പിമ്പിൾസ് വരുന്നത്. അതൊന്നാമത്തെ കാരണമാണ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ക്രീം മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് നന്നായിട്ട് പിമ്പിൾസ് വരാൻ കാരണമാവും. പ്രത്യേകിച്ചിട്ട് നമ്മൾ കുറച്ച് കാലം യൂസ് ചെയ്തിട്ട് അത് നിർത്തിയിട്ടുണ്ടെങ്കിൽ കൂടുതലും പിമ്പിൾസ് വരുന്ന ടൈപ്പ് ക്രീമാണ് നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ അത് നിർത്തുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷന്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അതൊരു പണിയായിട്ട് ലാസ്റ്റ് വരാം. രണ്ടാമത്തെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലില്ല, നമ്മൾ പോലും ആലോചിക്കാത്തൊരു സാധനമാണ് തലയണയാണ്. നമ്മൾ സ്വന്തമായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ അത് വൃത്തിയില്ലാത്ത കാരണമാവാം നമ്മുടെ ഇവിടെ പിമ്പിൾസ് വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന തലയണ തന്നെ നമ്മുടെ വീട്ടിൽ വേറെ ആരെങ്കിലും യൂസ് ചെയ്യുകയാണെങ്കിലും നമ്മൾ കിടന്നുറങ്ങുന്നതൊക്കെ അല്ല. അപ്പം നമ്മുടെ വായിൽ നിന്നൊക്കെ ചിലപ്പോൾ ഉമിനീര് അങ്ങനത്തെ എന്തെങ്കിലും തലയണയിലാവുകയാണെങ്കിൽ ഇങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ ആയിട്ട് ലാസ്റ്റ് നമ്മുടെ ഇപ്പം ഈ ഭാഗത്ത് നമ്മളിങ്ങനെയല്ല കിടക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്തായിട്ട് പിമ്പിൾസ് വരാൻ കാരണം അതാണ് രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത്. മൂന്നാമത്തെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ടും ഫാറ്റ് കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കുന്നതാണ്. അതായത് ഹെവി നമ്മൾ പുറത്തുനിന്ന് കൂടുതലായിട്ടും ജങ്ക് ഫുഡ് അങ്ങനത്തെ ഫുഡൊക്കെ കഴിക്കുന്നത് നമ്മുടെ മുഖത്തിന് പിമ്പിൾസ് വരാൻ കൂടുതലായിട്ടും കാരണമാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നന്നായിട്ട് മുഖത്ത് പിമ്പിൾസ് ഉള്ളവരാണെങ്കിൽ ജസ്റ്റ് ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുഖത്ത് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്ന് നോക്കുക. ചിലപ്പോൾ ഈ റീസൺ കാരണമാവാം നിങ്ങളുടെ മുഖത്ത് പിമ്പിൾസ് വരുന്നത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.